നമ്മളൊക്കെ നിസ്കരിക്കാൻ തിരക്കൂട്ടൂലേ? സ്വർഗത്തിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ പച്ച ഒരു കാർപ്പറ്റ് വിരിച്ച സ്ഥലം റൗള ഷരീഫ്, ഹബീബിന്റെ മിമ്പറിന്റെയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹുജറത്തിന്റെയും ഇടയിലുള്ള സ്ഥലം. അല്ലാഹു അവിടങ്ങളിലൊക്കെ ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അത് കിട്ടിയവർക്ക് വീണ്ടും, കിട്ടാത്തവർക്ക് വളരെ പെട്ടെന്നും അല്ലാഹു നൽകട്ടെ. ആ സ്ഥലത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പല തവണ ബോധം കെട്ട് വീണിട്ടുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ ബോധരഹിതനായി വീണുപോയ സ്ഥലമാണത്. ഞാൻ ബോധം കെട്ട് വീഴും, നിസ്കാരത്തിനിടയിൽ തളർന്നു വീഴും. ഞാൻ അങ്ങനെ വീട് കിടക്കുമ്പോൾ മലഞ്ചെരുവിൽ നിന്നൊക്കെ വരുന്ന അറാബികളുണ്ട്. അവരെന്റെ കഴുത്തിനിങ്ങനെ ചവിട്ടി നോക്കും. എന്നിട്ട് പറയും, അവര് വിചാരിക്കും ഞാൻ മജ്നൂനാണ്, ഭ്രാന്തനാണ്, ഭ്രാന്തളകി വീണതാണെന്ന് വിചാരിക്കും അവര്. എന്റെ കഴുത്തിൽ അവരിങ്ങനെ ചവിട്ടി നോക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. തലകറങ്ങി ഞാൻ വീഴും. വല്ലാഹി മാ ബി മിൻ ജുനൂൻ, എനിക്ക് ഭ്രാന്തില്ല. വല്ലാഹി മാ ഹുവ ഇല്ലൽ ജൂ, വിശപ്പ് കൊണ്ട് വീണു പോകുന്നതാണ്. വിശപ്പ് കൊണ്ടാണ് വീണു പോകുന്നത്, ഭ്രാന്ത് കൊണ്ടല്ല. ഞാൻ അങ്ങനെ പലതവണ വീണിട്ടുണ്ട് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ സ്വഹാബിമാർ, അന്നഈം ലാ യുദ്റകു ബിന്നഈം, മഹാനായ ഇമാമുന ബുഖാരി തങ്ങൾ സ്വഹീഹിൽ പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ തങ്ങളുടെ അനുഭവം, 70ഓളം സ്വഹാബിമാരെ ഞാൻ കണ്ടു. ലഖദ് റഅയ്തു 70 മിൻ അസ്ഹാബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ 70ഓളം ആളുകൾ അഹ്ലുസ് സുഫയുടെ മദീനത്തെ പള്ളിയിലെ ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ സ്വഹാബിമാരിൽ 70ഓളം ആളുകൾ ദേഹത്ത് അരമുണ്ട് ധരിച്ചാൽ പിന്നെ തോളിലൊരു വസ്ത്രം ധരിക്കാനില്ലാതിരുന്ന ആളുകൾ. അരമുണ്ടുണ്ടെങ്കിൽ മേൽത്തട്ടമില്ല, മേൽത്തട്ടം തന്നെ അരമുണ്ട് തന്നെ ചിലപ്പോ കഴുത്തിലായിരിക്കും പിടിച്ചു കെട്ടുന്നത്. കാരണം നെഞ്ചു മറക്കാൻ, വയറ് മറക്കാൻ, തോള് മറക്കാൻ വസ്ത്രം വേറെയില്ല. അപ്പൊ അരമുണ്ട് കഴുത്തിൽ പിടിച്ചു കെട്ടും. നിസ്കാരത്തിൽ റുക്കൂഇലേക്കും സുജൂദിലേക്കും പോകുമ്പോൾ അത് കാൽമുട്ട് വരെ പൊന്തി വരുന്ന വളരെ ചെറിയ വസ്ത്രം മാത്രമുണ്ടായിരുന്ന ആളുകൾ. എന്നാൽ അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യേണ്ടി വരുമ്പോൾ അവർ ആൺകുട്ടികളായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മുത്തനബി തങ്ങളുടെ മുമ്പിൽ ഫുദാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവമുണ്ട്. ഫുദാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, ഹബീബായ നബി തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ സഫിൽ നിന്ന് വീണുകൊണ്ടിരിക്കും. സഫിൽ നിന്ന് വീഴൽ തന്നെ, നിസ്കാരത്തിനിടയിൽ നിന്ന നൃത്തത്തിൽ ഒരുപാട് ആളുകൾ വീഴും. വിശപ്പ് കൊണ്ടാണ്, മിനൽ ഖസ്വാസ, വിശപ്പ് കൊണ്ട് വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഹബീബിന്റെ സ്വഹാബിമാർ. അപ്പൊ അറാബികളൊക്കെ പറയും, ഹൗലാഇ മജാനീൻ, ഭ്രാന്തന്മാരാണെന്ന് തോന്നുന്നു, നിസ്കരിക്കാൻ അറിയില്ല എന്ന് തോന്നുന്നു, നിസ്കാരത്തിൽ കിടക്കണോ എന്നൊക്കെ അവര് പറയാൻ തുടങ്ങും. അള്ളാഹുവിന്റെ ഹബീബിനറിയാം ഞങ്ങൾ വിശപ്പ് കൊണ്ട് വീണിരിക്കുകയാണെന്ന്. സലാം വീട്ടിയാൽ വീണ് കിടക്കുന്ന ഓരോ സ്വഹാബിയുടെ മുമ്പിലേക്കും ലോകത്തിന്റെ കരുണയായി വന്ന നബി തങ്ങൾ വന്നിട്ട് പറയും, സ്വഹാബികളെ, നിങ്ങൾക്ക് വിശപ്പുണ്ടെന്ന് എനിക്കറിയാം, ഞാനും വിശപ്പിലാണ് കിടക്കുന്നത്. എന്നാൽ അറിയണേ, ലൗ തഅലമൂന മാ ലക്കും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അരികത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മനോഹരമായ പ്രതിഫലം എത്രയാണ്. ഈ സഹിക്കുന്നതിന്റെ കൂലി, ഈ ത്യാഗത്തിന്റെ പ്രതിഫലം എത്രയാണ്, അത് നിങ്ങൾ അറിയുകയായിരുന്നുവെങ്കിൽ ലഅഹ്ബബ്തും അൻ തസ്ദാദു ഫാഖതൻ വഹാജ, ദാരിദ്ര്യം ഇനിയും വേണമെന്ന് നിങ്ങൾ കൊതിച്ചുപോയേനെ. അല്ലാഹു നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രതിഫലം നിങ്ങൾ അറിയുകയായിരുന്നുവെങ്കിൽ എന്ന് ചെവിയിൽ ചെന്ന് മെല്ലെ മധുരിമയോടെ ഹബീബായ നബി പറഞ്ഞു കൊടുക്കും. നിങ്ങൾ വിഷമിക്കല്ലിൻ, ഈ വിശപ്പിന്, ഈ ത്യാഗത്തിന് അല്ലാഹു നിങ്ങൾക്ക് തരുന്നത് സ്വർഗമാണ് സുഹാബ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ് കിടക്കുന്ന സ്വഹാബിമാരുടെ ചെവിയിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും. ഫുദാലത്ത് ഇബ്നു ഉബൈദ് എന്നവർ ഹബീബായ നബി തങ്ങളുടെ കൂടെ ജീവിച്ച സ്വഹാബിയാണ്. അതുകൊണ്ടാണ് മഹാനവറുകൾക്ക് ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ഈജിപ്തിന്റെ ഗവർണറായി നിയമനം കിട്ടിയപ്പോ, ഈജിപ്തിന്റെ ഗവർണറായി നിൽക്കുമ്പോ ഫുദാല റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ ചെരുപ്പില്ലായിരുന്നു, ചെരുപ്പില്ലാതെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ചില ആളുകളൊക്കെ ചോദിച്ചു, അൻതൽ അമീർ വതഫഅലു ഹാദാ, നിങ്ങൾ ഞങ്ങളുടെ നേതാവല്ലേ, ഈ ഉമ്മത്തിന്റെ ഗവർണറല്ലേ, ചെരുപ്പില്ലാതെ നടക്കുകയോ, നിങ്ങൾക്ക് ചെരുപ്പ് വാങ്ങിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഫുദാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക്, നഹാനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഇർഫാഹ്,
വഅമറനാ അൻ നഹ്തഫിയ അഹ്യാനാ, ഞങ്ങളോട് നബി തങ്ങൾ ആഡംബരം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും ചെരുപ്പില്ലാതെ നടക്കണം എന്നും നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സമ്പത്തിന്റെ പേരിൽ, ആർഭാടത്തിന്റെ പേരിൽ അഹങ്കാരം നടിക്കുന്ന ആളുകളൊന്ന് ഓർക്കണമേ. ഇന്നലെ വരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ് ഇന്ന് അല്ലാഹു നിഅമത്ത് കൊടുത്തപ്പോ സ്വന്തം ബന്ധുക്കളെ പോലും കണ്ടില്ല എന്ന് വിചാരിക്കുന്നവർ, ദാരിദ്ര്യം എന്നൊരു കുറ്റമല്ലാതെ മറ്റൊന്നും അവർ ചെയ്തിട്ടില്ല, സമ്പത്തില്ല എന്നൊരു കുറവല്ലാതെ മറ്റൊന്നും അവർക്കില്ല. അതിന്റെ പേരിൽ നെഞ്ചു വിരിച്ച് അഹങ്കാരത്തോടെ നടക്കുകയോ അഹങ്കാരത്തോടെ ജീവിക്കുകയോ ചെയ്യുന്നവർ ഓർക്കണമേ, ഹബീബായ നബി തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, എപ്പോഴെങ്കിലും ചെരുപ്പുള്ള ആളുകൾ തന്നെ, ചെരുപ്പ് ധരിക്കാൻ പറ്റുന്ന ആളുകൾ തന്നെ ഒന്ന് ശരീരത്തെ വിനയവും താഴ്മയും ശീലിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ചിലപ്പോഴെങ്കിലും ആളുകൾക്കിടയിലൂടെ ചെരുപ്പില്ലാതെ നടക്കണം എന്ന് മുത്തനബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഫുദാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു, നമ്മുടെ മഹാന്മാരായ ഇമാമുമാർ, മഹാന്മാരായ പണ്ഡിതന്മാരിൽ, പൂർവസൂരികളായ ആലിമീങ്ങളിൽ ചെരുപ്പില്ലാതെ നടന്ന ആലിമീങ്ങൾ ഒരുപക്ഷേ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകും. എപ്പോഴെങ്കിലും, നിരന്തരം ചെരുപ്പിടരുത് എന്നല്ല, ചെരുപ്പ് നബി തങ്ങൾ ധരിച്ചിട്ടുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും ചെരുപ്പില്ലാതെ പച്ച മണ്ണിലേക്ക് കാല് തട്ടുമ്പോൾ തോന്നുന്ന ഒരു വികാരമുണ്ട്. പച്ച മണ്ണിലൂടെ നടക്കുമ്പോ ഞാനൊരു പച്ച മനുഷ്യനാണ്, ഞാനൊരു അഹങ്കാരിയായി കൂടാ എന്ന് സ്വന്തത്തെ വല്ലപ്പോഴും ഓർമ്മിപ്പിക്കാനെങ്കിലും നിങ്ങൾ ചെരുപ്പ് ധരിക്കാതെ നടക്കണമെന്ന് നബി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഈജിപ്തിന്റെ ഗവർണറായ ഫുദാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونرك صلى اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഹബീബിന്റെ റൗളയിലേക്ക് സ്വലാത്തുകൾ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഹബീബിനെ അല്ലാഹു മജ്ലിസ് കാണിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കട്ടെ. ഹബീബായ നബിയുടെ ശഫാഅത്ത് കിട്ടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ഇരിക്കും മുഅ്മിനീങ്ങളെ, ജസാകുമുല്ലാഹു ഖൈർ. ഹബീബായ നബി നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗം, ഈ ഉമ്മത്തിനെ വളർത്തിയെടുക്കാൻ സഹിച്ച ത്യാഗം, ഹബീബിന്റെ സ്വഹാബിമാരിൽ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവം സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു ഒരു അനുഭവം പറയുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഇത് സ്വഹാബത്തിനുണ്ടായ ഒരു കറാമത്താണ് എന്നവരെ മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരു അത്ഭുത ജീവിയെ കണ്ടുമുട്ടിയ ഒരു അനുഭവം, ഒരു അത്ഭുതകരമായ ഒരു ജീവിയെ, കടൽ ജീവിയെ, മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ഭീമാകാരമായ ഒരു കടൽ ജീവിയെ കണ്ടുമുട്ടിയ ഒരു അനുഭവം സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന വളരെ പ്രബലമായ മുത്തഫഖ് അലൈഹിയായ ഹദീസ്. കഷ്ടപ്പാട് സഹിച്ച സ്വഹാബത്തിന് ഒരു നേരം അല്ലാഹു നൽകിയ ഒരു ആശ്വാസത്തിന്റെ കഥയാണത്. ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ പറയട്ടെ, ഞങ്ങളെ നബി തങ്ങൾ ഒരു യുദ്ധത്തിന്റെ എക്സ്പെഡിഷന് വേണ്ടി ഞങ്ങൾ യാത്ര പോകുന്ന കാലം, അന്ന് ജുഹൈന ഗോത്രത്തിലേക്ക് നബി തങ്ങൾ ഞങ്ങളെ നിയോഗിച്ചു. ഞങ്ങളൊരു സൈന്യമായി യാത്ര പോകുന്നു. ഞങ്ങളുടെ നേതാവ് മറ്റാരുമല്ല അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആണ്. ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന ആകെ ഭക്ഷണം ഒരു പാത്രത്തിലെ കാരക്കയായിരുന്നു. ഒരു പാത്രത്തിലെ കാരക്ക, ഒരു സൈന്യത്തിന് മുഴുവൻ. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് ഓരോ സ്വഹാബിക്കും ഓരോ കാരക്ക കൊടുക്കും. ഒരു ദിവസത്തെ ഭക്ഷണമാണത്. ഒരു ദിവസത്തെ ഭക്ഷണം ഒരു കാരക്ക. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചത് ഞാൻ ഓർക്കുകയാണ്. ബീവിയുടെ മുമ്പിൽ വന്നൊരു പെണ്ണ്, ഞങ്ങൾ 2 നേരം ഭക്ഷണം കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോ, 2 നേരം ഭക്ഷണം കഴിക്കേ, ഞങ്ങളൊക്കെ അത് ആർഭാടമാണെന്ന് കരുതുമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നമ്മളെ ടയർ പത്തിരി അടക്കം നമ്മുടെ സൽക്കാരവും നമ്മളുണ്ടാക്കുന്ന വിഭവങ്ങളും മുത്തനബി തങ്ങളുടെ സ്വഹാബത്തോ കാണുകയായിരുന്നുവെങ്കിൽ എന്ത് പറയും അവർ? സുബ്ഹാനല്ലാഹ്. മിനൽ ഇസ്രാഫ്, 2 നേരം നിങ്ങൾ ഭക്ഷണം, മെയിൻ കോഴ്സ്
അല്പാൽപമായ ഒരു കാരക്കയെ വെള്ളോ ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചു, അതല്ല, 2 നേരം നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കേ, ഞങ്ങളത് ആർഭാടമാണെന്നാണ് വിചാരിച്ചിരുന്നത് എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ അവരത്രേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഭക്ഷണപ്രിയരന്മാരായി മാറിയപ്പോഴാണ് നമ്മളിൽ നന്മകളില്ലാതെ പോയത്, തലച്ചോറ് സ്ലീപ്പായി പോയത്. നമ്മുടെ തലച്ചോറ് ഉറങ്ങുകയും നമ്മുടെ ശരീരം സുഖലോലുപതയെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാലമാണ്. ബുദ്ധി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കുറവാണ്. കഷ്ടപ്പെടുന്ന സമുദായത്തിലാണ് ഏറ്റവും നല്ല യുക്തിചിന്തയും എഴുത്തുകാരും ചിന്തകന്മാരും ഉണ്ടായത്. കഷ്ടപ്പെടുന്ന കാലത്താണ്, കഷ്ടപ്പെടുന്ന സമൂഹങ്ങളിലാണ്. എന്തോ ഇരിക്കട്ടെ, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഓരോ സഹാബിക്കും ഒരു കാരക്ക. അപ്പൊ ആളുകൾ ചോദിച്ചു, എങ്ങനെയാണ് ഒരു കാരക്ക കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുക? വമാ തുഗ്നി തംറ, ഒരു കാരക്ക കൊണ്ട് എന്താവാനാണ്? ജാബിർ റളിയല്ലാഹു അൻഹു പറയാ, അബൂ ഉബൈദ തങ്ങൾ ആ കാരക്ക ഒന്ന് തരും, കാരണം ഒരുപാട് ദിവസം യാത്ര ചെയ്യണം. ആ കാരക്ക ഒന്നിച്ചു തന്നാൽ അവിടെ തീർന്നു പോകും, പിന്നെ പട്ടിണി കൊണ്ട് മരിച്ചു പോകും. അപ്പൊ ഞങ്ങൾ ആ കാരക്ക കൊച്ചുമക്കൾക്ക് എന്തെങ്കിലും മിഠായി വാങ്ങിച്ചു കൊടുത്താൽ മക്കൾ തിന്നുന്ന പോലെ, കൊച്ചുമക്കൾ അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന പോലെ ഞങ്ങൾ ആ കാരക്ക വായിൽ വെച്ചൊന്ന് ഊമ്പിയെടുക്കുകയും പിന്നെ വെള്ളം കുടിക്കുകയും ചെയ്യും. ഒരു നേരത്തെ ഭക്ഷണം അതാണ്. എന്നിട്ട് കിശയിൽ വെക്കും. വിശപ്പ് തുടങ്ങുമ്പോ വായിൽ വെച്ച് ആ കാരക്ക ഒന്ന് ഊമ്പിയെടുക്കും, പിന്നെ വെള്ളം കുടിക്കും. അങ്ങനെ ആ കാരക്ക ഞങ്ങൾ മെല്ലെ മെല്ലെ നുണഞ്ഞ് ആ കാരക്ക കുരുവിലേക്ക് എത്തുമ്പോഴാണ് റബ്ബേ ഭക്ഷണം തീർന്നല്ലോ എന്ന് ആലോചിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ കാരക്ക മുഴുവൻ തീർന്നുപോയി. കാരക്ക കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വിചാരിക്കും ഇത് ഇത്ര പഞ്ഞുള്ള സാധനമായിരുന്നോ എന്ന്. അതേ മദീനക്കാർക്ക് അങ്ങനെയാണ്, സ്വഹാബത്തിനും ഹബീബിനും അങ്ങനെയാണ്. കാരക്കയെങ്കിലും ഒരു കാരക്ക അത് തീർന്നു പോയപ്പോ പിന്നെ ഞങ്ങൾക്ക് ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ മരുഭൂമിയിലെ ചെടിയുടെ ഇലകൾ ഭക്ഷിക്കേണ്ടി വന്നു. ആര് പറയുന്നു? ജാബിർ റളിയല്ലാഹു തആല അൻഹു. എങ്ങനെയാണ് മരുഭൂമിയിലെ ചെടി? സമുറ അല്ലെങ്കിൽ ഖബത്ത്, മുള്ളുകളുള്ള വൃക്ഷമാണത്, പരുപരുത്ത ഇലയാണത്. ഒട്ടകത്തിന് തിന്നാൻ പറ്റും. ഒട്ടകത്തിന്റെ ചുണ്ടും പല്ലും അള്ളാഹു അങ്ങനെയാണ് സംവിധാനിച്ചത്. ഞങ്ങൾക്ക് ആ ഇല വായിൽ വെച്ചാൽ നാവിന് മുറിവരും. ഉരമുള്ള ഇലയാണത്. ഞങ്ങളത് ഉരസിയെടുത്ത് മെല്ലെ കഴുകിയിട്ട് വായ കൊണ്ട് ചവക്കും. ഒന്നും കിട്ടുന്നില്ല, ഒരു രുചിയും അതിനില്ല. എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോവില്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ മുൾച്ചെടികളുടെ ഇലകൾ തിന്നതിന്റെ പേരിൽ ഞങ്ങളുടെ വായയിൽ നാവിലും ആകെ മുറിവുകളായിരുന്നു. അങ്ങനെയാണ് ആ യുദ്ധത്തിന് സരിയത്തുൽ ഖബത്ത് എന്ന് പേര് വന്നത്. വായയിൽ മുറിവ് വന്ന സംഘം എന്നാണ് അതിന്റെ പേര്. വായ മുറിവായിരുന്നു എല്ലാവരുടെയും. കാരക്കത്തുനിന്ന് പോയിട്ട് ഇലകൾ ഭക്ഷിച്ചിട്ട് വായിൽ വന്ന മുറിവ് കാരണം ഞങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് കടന്നു പോകുമ്പോ ഒരു കടൽ തീരത്തുകൂടെ കടന്നു പോകുന്നു. ഞങ്ങൾ കടൽ തീരത്തെത്തുമ്പോഴാണ് മഹാത്ഭുതം സംഭവിക്കുന്നത്. ഞങ്ങളൊരു വലിയ സാധനം കണ്ടു. ഒരു പാറയാണെന്ന് വിചാരിച്ചു. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഭീമാകാരമായൊരു ജീവി കടൽക്കരയിൽ വന്ന് കിടക്കുകയാണ്. വലിയൊരു മത്സ്യം. ഇങ്ങനത്തെ ഒരു മത്സ്യം ഞാൻ ഹദീസിൽ കണ്ടതല്ലാതെ എനിക്ക് വേറെ ചരിത്രം ഓർമ്മയില്ല. അംബർ എന്നാണ് അതിന്റെ പേര്. ഹൂത്തുൽ അംബർ എന്നാണ് അതിന്റെ പേര്. ഹൂത്തുൽ അംബർ, അംബർ വൈൽ എന്ന് പറഞ്ഞേക്കാം. കാരണം യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകളെ മത്സ്യം വിഴുങ്ങി എന്ന് പറഞ്ഞ സംഭവത്തിൽ എന്ന് പറഞ്ഞ ആ തിമിംഗലം വിഴുങ്ങിയതാണോ നമുക്കറിയില്ല. തിമിംഗലം വിഴുങ്ങി എന്ന് പറയാൻ കഴിയില്ലെന്നാണ്. കാരണം തിമിംഗലം വലിയ ഒരു കടലിൽ ജീവിക്കുന്ന ജീവി തന്നെയാണ്. പക്ഷെ അതിന്റെ തൊണ്ട ഒരു ഇഷ്ടിക കടന്നു പോകാനുള്ള വീതി അതിന്റെ തൊണ്ടക്കൊള്ളുന്ന. അങ്ങനെയാണെങ്കിൽ യൂനുസ് നബി അലൈഹിസ്സലാം എങ്ങനെ തിമിംഗലം വിഴുങ്ങി എന്ന് പറയാൻ പറ്റുന്നു? ഉലമാ പറയാ ഹൂത്തുൽ അംബർ വിഴുങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. ഹൂത്തുൽ അംബർ എന്ന് പറയുന്നൊരു മത്സ്യമുണ്ട്, അംബർ വൈൽ. ആ മത്സ്യമാണ് മഹാനായ സയ്യിദുന യൂനുസ് നബി അലൈഹിസ്സലാമിനെ വിഴുങ്ങിയത് എന്നാവണം. വല്ലാഹു അഅലം. കാരണം ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോവാൻ പറ്റുന്ന വീതിയുള്ള കഴുത്ത് ഹൂത്തുൽ അംബർ എന്ന് പറയുന്ന ജീവിക്ക് കടലിലുള്ളൂ എന്നത്രേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അഅലം. സ്വഹാബിമാർ പറയാ, ഞങ്ങൾ കണ്ടു വലിയ ഒരു മത്സ്യം, വലിയ ഒരു മത്സ്യം. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ചത്തുകിടക്കുന്ന ജീവിയാണോ? അതെ.
പക്ഷേ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതന്മാരല്ലയോ? ബൽ നഹ്നു റുസുലു റസൂലില്ലാഹ്. ഭക്ഷണം കിട്ടാതെ നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്. ഖദ് ഉൽതർതും ഫഅകുലു. നിങ്ങൾ ഗത്യന്തരമില്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് ചത്തുകിടക്കുന്ന ജീവിയാണെങ്കിൽ തന്നെയും ഇപ്പോൾ നിങ്ങൾ തിന്നൽ നിർബന്ധമാണ്. നിങ്ങളത് കഴിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങളത് കഴിക്കാൻ തീരുമാനിച്ചു. ഒരു മാസം ഞങ്ങൾ ആ മത്സ്യത്തിന്റെ മാംസമെടുത്ത് കഴിച്ചു. ഞങ്ങൾ 300 പേർ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ തടിക്കാൻ തുടങ്ങി. ഒരു മാസമായപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ മത്സ്യത്തിന്റെ വലിപ്പം, അതിന്റെ കണ്ണ് നിന്നിരുന്ന കുഴിയിൽ നിന്ന് ഞങ്ങൾ എത്രയോ ബക്കറ്റ് എണ്ണ എടുത്തിട്ടുണ്ട്. മഹാനായ സഅദ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സ്വഹാബിമാരിൽ 13 സ്വഹാബിമാരെ മാത്രം ആ മത്സ്യത്തിന്റെ കണ്ണിന്റെ കുഴിയിലേക്ക് ഇറക്കി നിർത്തിയിട്ടുണ്ട്. 13 ആളുകൾക്ക് നിൽക്കാനുള്ള വലുപ്പം ആ മത്സ്യത്തിന്റെ കണ്ണുകൾക്കുണ്ട്. ഇത് സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച സംഭവമാണ്. പ്രബലമായ ഹദീസാണിത്, കാണുന്ന ഹദീസാണിത്. 13 സ്വഹാബിമാർ ആ മത്സ്യത്തിന്റെ കണ്ണിന്റെ ഭാഗത്ത് മാത്രം കുഴിയിൽ ഇറങ്ങി നിൽക്കാൻ കഴിഞ്ഞു. അതിന്റെ വാരിയല് ഞങ്ങൾ എടുത്തു. എന്നിട്ടത് വൃത്തിയാക്കി ഞങ്ങൾ എടുത്തു വെച്ചു. മണലിൽ കൊണ്ടുവന്ന് ആ ബീച്ചിൽ, ആ കടലിന്റെ കരയിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയരമുള്ള ഒട്ടകത്തിന് ആ വാരിയലിന്റെ ഉള്ളിലൂടെ നടന്നു പോകാൻ കഴിഞ്ഞു. അത്രയും വലിയൊരു ജീവി. വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, ഹാദാ ഖൽഖുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നവരെ നിങ്ങളുടെ പടച്ചവന്മാർ എന്തിനെയാണ് സൃഷ്ടിച്ചത് എന്നെനിക്കൊന്ന് കാണിച്ചു തരൂ. എന്റെ സൃഷ്ടിയല്ലേ ഇതൊക്കെ എന്ന് വിശുദ്ധ ഖുർആൻ ആ സൃഷ്ടികളിലെ മഹാത്ഭുതം അല്ലാഹു കാണിച്ചു കൊടുത്തു. അമ്മൻ ഹാദല്ലദീ യർസുഖുകും ഇൻ അംസക റിസ്ഖഹ്, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെ വന്നാൽ അല്ലാഹു അല്ലാതെ ആരാണ് തരുന്നത്? നാവ് മുറിവനും പച്ചയില മുൾച്ചെടികളുടെ ഇലകൾ തിന്ന് മുറിവ് വന്ന ശരീഅത്തുൽ ഖബ്തിലെ 300ഓളം സ്വഹാബിമാർക്ക് അല്ലാഹു കൊടുത്ത മഹാത്ഭുതമാണത്. ആ മാംസം കഴിച്ച് ഒരു മാസം അവരോട് താമസിച്ചു. എന്നിട്ട് ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് അവർ യാത്ര പുറപ്പെടുകയാണ്. നബി തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് ഇങ്ങനൊരു മഹാത്ഭുതം സംഭവിച്ചു. ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ജീവി, അത്രയും വലുപ്പമുള്ള ഒരു മത്സ്യം ഞങ്ങളുടെ കൺമുമ്പിൽ കരയിൽ വന്ന് അടിഞ്ഞു കിടക്കുന്നു. ഞങ്ങൾ അതിന് മുമ്പ് കണ്ടിട്ടില്ല, ഇത്ര വലിയമുള്ള സാധനം കണ്ടിട്ടില്ല. 300 ആളുകൾ ഒരു മാസം വയറ് നിറച്ച് ഭക്ഷിച്ചിട്ട് അവർക്ക് തടിയെല്ലാം വെയിറ്റ് കൂടി. ഹത്താ സമിന്ന, ഞങ്ങൾ തടി വെച്ചു എന്ന് പറഞ്ഞ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഈ കഥ നബി തങ്ങളോട് പറയുമ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അത് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു കൊണ്ടുതന്ന ഒരു ഭക്ഷണമായിരുന്നു. നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് കൊണ്ടുവന്ന പ്രത്യേകമായ ഭക്ഷണമായിരുന്നു അത്. അതിന്റെ മാംസം നിങ്ങളുടെ കയ്യിൽ വല്ലതുമുണ്ടോ? എനിക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട്. ആര് പറഞ്ഞു? നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ മാംസം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ഹബീബായ നബി ഞങ്ങൾക്ക് കൊടുത്തു. ഫഅകലഹു സ്വലവാതുല്ലാഹി വസലാമുഹു അലൈഹി, ഹബീബായ നബി തങ്ങൾ ആ മാംസത്തിന് കഴിക്കുകയുണ്ടായി. കാരണം അത് അല്ലാഹു പ്രത്യേകമായി ഈ കഷ്ടപ്പാട് സഹിച്ചവർക്ക് അല്ലാഹു കൊടുത്ത അനുഗ്രഹമായിരുന്നു അത്. ഇത്രയും നിങ്ങൾ സഹിച്ചില്ലേ? ഇനിയും നിങ്ങൾ പട്ടിണി കിടന്നാൽ ഈ ദീനിന്റെ വെളിച്ചം ലോകത്ത് കൊണ്ടുപോവാൻ ആരാണുണ്ടാവുക? അതുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യം വേണ്ടേ? നിങ്ങൾക്ക് പ്രത്യേകമായി കടലിൽ നിന്ന് അല്ലാഹു കൊണ്ടുതന്ന അനുഗ്രഹമായിരുന്നു അതെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നാളുകൾക്ക് ശേഷം, ഓരോ കാരക്ക കൊണ്ട് ഓരോ ദിവസം കഴിച്ചു കൂട്ടിയതിന്റെ ശേഷം, പച്ച ഇലകൾ ഭക്ഷിച്ച് നാവും വായും മുറിവ് വന്നതിന്റെ ശേഷം അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു അന്നത്തെ ഒരു അനുഭവം പറയുന്നു. ഒരു വസ്ത്രം കിട്ടുമ്പോഴുള്ള സന്തോഷം എത്രയാണ്! നമുക്ക് പെരുന്നാളുകളൊക്കെ എത്രയോ ആനന്ദമുള്ള ഒരു കാലമുണ്ടായില്ലേ? ഒരു മാംസം വെക്കുന്ന ഒരു ഭക്ഷണം പെരുന്നാളിനെ ഉണ്ടാകൂ. ഒരു നല്ല ഭക്ഷണം, നല്ല വസ്ത്രം പെരുന്നാളിനെ ഉള്ളൂ. ഇന്ന് എന്നും പെരുന്നാൾ, എന്നും സൽക്കാരം, എന്നും രുചികരമായ ഭക്ഷണ പദാർത്ഥം. പെരുന്നാളിന്റെ ആ ഒരു പഴയകാലത്തെ അനുഭവം നമ്മൾക്ക് ഇപ്പൊ ഉണ്ടോ? മഹാനായ അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, മക്ക ഫതഹ് നടക്കുമ്പോൾ
ലോകരാജ്യങ്ങളൊന്നാകെ ഇസ്ലാമിലേക്ക് കണ്ണു തുറന്നൊരു കാലം, അറേബ്യ ഒന്നാകെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കാലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ദീൻ അറേബ്യയിൽ വ്യാപിക്കാൻ തുടങ്ങിയപ്പോ എന്റെ തറവാട്ടുകാർ, എന്റെ വാപ്പ, എന്റെ ഉപ്പ, എന്റെ തറവാട്ടിൽ ആദ്യം ഹബീബിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയെ കാണുമ്പോൾ അങ്ങ് അന്ത്യദൂതരാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു, അങ്ങ് അല്ലാഹുവിന്റെ ദൂതരാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു നബിയെ, എനിക്ക് മുസ്ലിം ആവണം, ചൊല്ലിത്തരൂ നബിയെ കലിമ, ചൊല്ലിത്തരൂ നബിയെ ഷഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹബീബിന്റെ മുമ്പിൽ നിന്ന് നിസ്കാരം പഠിച്ചെടുത്തു, ഇസ്ലാമിന്റെ വുളു പഠിച്ചെടുത്തു, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എല്ലാം കൃത്യമായി പഠിച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടുകാരോട് പറഞ്ഞു, ജിഅ്തുകും മിൻ ഇൻദി റസൂലില്ലാഹി ഹഖ്ഖാ, സത്യസന്ധമായും സത്യസന്ധനായ ഒരു പ്രവാചകന്റെ അരികത്ത് നിന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം. 5 നേരത്തെ നിസ്കാരം പറഞ്ഞു കൊടുത്തു. പക്ഷെ ആര് ഇമാമ നിൽക്കും? മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വല്യഉമ്മുകും അക്സറുകും ഖുർആന, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ച ആളുകളാണ് ഇമാമ നിൽക്കേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആനെ സംബന്ധിച്ച് പഠിച്ചവർ, ദീനിന്റെ ഫിഖ് ഉള്ളവർ, അറിവുള്ളവർ, ഇൽമുള്ളവർ, അവരാണ് ഇമാമ നിൽക്കേണ്ടത്. മഹാനായ അംർ റളിയല്ലാഹു അൻഹു, അംർ ഇബ്നു സലമ, അന്ന് 7 വയസ്സാണ്. ആ കുട്ടി പറയാണ്, എന്റെ ഖബീലയിൽ എന്റെ അത്ര ഖുർആൻ അറിയുന്ന ആരുമില്ല. ഞാനന്ന്, എന്റെ വാപ്പ മുസ്ലിമല്ല, പക്ഷേ അറബികളുടെ സംഘം അതിലൂടെ കടന്നു പോകുമ്പോ ഞാൻ അവിടെ ഇരുന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ നബി എന്താ പഠിപ്പിച്ചു തരുന്നത്, എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? 7 വയസ്സായ കുട്ടി, മദ്രസയിൽ 2ലോ 3ലോ ആയിരിക്കും അല്ലേ? യാ അല്ലാഹ്, 2ലേക്ക് ജയിച്ചിട്ടേ ഉണ്ടാവുള്ളൂ ചിലപ്പോ. വലിയ വലിയ യാത്രക്കാര് പോകുമ്പോൾ വഴിയിൽ വന്നിരിക്കാൻ, നിങ്ങൾ എന്തെങ്കിലേക്ക് പഠിപ്പിച്ചു തരുമോ, എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരുമോ? അങ്ങനെ ഞാൻ കുറച്ച് ഖുർആനൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്റെ ഉപ്പ റുക്കൂഉം സുജൂദും കൂടെ പഠിപ്പിച്ചു തന്നു. ഞാനാണ് എന്റെ ഖബീലയിലെ ഇമാം. എത്ര വയസ്സുള്ള കുട്ടി എന്നറിയോ? 7 വയസ്സുള്ള കുട്ടി. പക്ഷെ സംഭവം, നമ്മുടെ വിഷയം അവിടെയല്ല. എനിക്കൊരു വസ്ത്രമുണ്ട്, ഞാൻ ചെറിയൊരു വസ്ത്രമേ എനിക്കുള്ളൂ, ഞാനത് സുജൂദിലേക്ക് പോയാൽ എൻ്റെ ഔറത്ത് വെളിവാകും. അപ്പൊ ബാക്കിന്ന് ആരോ പറഞ്ഞു, ഈ ഔറത്ത് വെളിവാകുന്ന ഇമാമിനെയാണോ നിങ്ങൾ നിർത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോ എനിക്ക് വല്ലാത്ത നാണക്കേടായി. അങ്ങനെയാണ് അവരൊക്കെ കൂടിയിട്ട് എനിക്കൊരു ഉമാനി വസ്ത്രം കൊണ്ടുവന്നു. അവരെല്ലാവരും കൂടി ഇച്ചിരി ഇറക്കമുള്ള ഒരു ഉമാനി വസ്ത്രം കൊണ്ടുവന്നു. അപ്പോഴാണ് എന്റെ ജീവിതത്തിലുണ്ടായ സന്തോഷത്തിന് അതിരില്ല. വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനില്ലല്ലോ. മാ ഫരിഹ്തു ബിശൈഇൻ ബഅദൽ ഇസ്ലാമി ഫർഹീ ബിഹി, മുസ്ലിം ആവാൻ ഭാഗ്യം കിട്ടിയതിന്റെ ശേഷം പിന്നെ എനിക്കുണ്ടായ സന്തോഷം ഈ വസ്ത്രം എനിക്ക് കിട്ടിയപ്പോഴായിരുന്നുവെന്ന് അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു. ഒരു വസ്ത്രം കിട്ടുമ്പോൾ സന്തോഷം സ്വാഭാവികം. ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും പഴയകാലത്ത് വല്ലതും കൊണ്ടുകൊടുക്കുമ്പോൾ ഒരു വസ്ത്രം, ഒരു പേന, എന്തെങ്കിലും ഒരു ചെറിയ സാധനം, ഒരു സോപ്പ്, ഒരു സെന്റ്, എന്തൊരു സന്തോഷം, മാഷാ അല്ലാഹ്. പക്ഷേ ആ സന്തോഷം ഇസ്ലാമിലോളം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇസ്ലാമിനോളം എനിക്ക് സന്തോഷം ഉണ്ടായി എന്ന് പറയാൻ കഴിയോ? അത്രക്ക് ഉണ്ടാവോ? ഇല്ലല്ലോ. അംർ റളിയല്ലാഹു അൻഹു പറയാം, മുസ്ലിമാവാനുണ്ടായ എന്റെ അനുഭവത്തിൽ, മുസ്ലിമാകുമ്പോൾ എനിക്ക് തോന്നിയ സന്തോഷം എത്രയാണോ, ആ സന്തോഷത്തോളം എനിക്കുണ്ടായ സന്തോഷം പിന്നെ അന്ന് നീളമുള്ള ഒരു വസ്ത്രം എന്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ്. ചിന്തിക്കണേ, ആ ചുറ്റുപാടിന്റെ അവസ്ഥ എത്രയാണ്, അന്നത്തെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ എത്രയാണ്. വേണമെങ്കിൽ ആർഭാടമാവാമായിരുന്നു എന്നിരിക്കെ അള്ളാഹുവിന് വേണ്ടി ത്യാഗം സഹിച്ചതിന്റെ അനുഭവമാണിത്. 7 വയസ്സുള്ളപ്പോൾ ഇമാമു നിന്ന അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു 7 വയസ്സ്, 20 വയസ്സ്, 30 വയസ്സുണ്ടായിട്ട് നമ്മൾ ഒരു ഇൽമ് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞോ? എന്തെങ്കിലും ഒരു ദീനിന്റെ സേവനം ചെയ്യാൻ നമ്മളെ കൊണ്ടായിട്ടുണ്ടോ? 30-40 വയസ്സ് കഴിഞ്ഞിട്ട് എന്ത് ത്യാഗമാണ് നമ്മൾ അള്ളാഹുവിന് സഹിച്ചത്. 60ഉം 70ഉമായിട്ട് അംർ ഇബ്നു സലമ 7 വയസ്സിൽ ചെയ്ത പോലെ ദീനിന് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞുവെന്ന് സാന്ദർഭികമായി ഒന്ന് ഓർത്തു നോക്കുക. അല്ലാഹു തആല നമുക്ക് എന്തെങ്കിലും അവന് സേവനം ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. സ്വഹാബിമാരിൽ 6 പേർ ഒരൊട്ടകം എന്ന നിലയിൽ യാത്ര പോയിട്ടുണ്ട് ചില യുദ്ധങ്ങളിൽ.
6 സ്വഹാബിക്ക് ഒരൊട്ടകം. 6 സ്വഹാബിമാർ മാറി മാറി ഊഴമായി യാത്ര പോകും. അങ്ങനെ ഒരാൾ ഒട്ടകപ്പുറത്ത് 5 പേർ നടക്കുന്നു. നടന്ന് സൗദി അറേബ്യയിൽ മരുഭൂമിയുടെ അവസ്ഥ അറിയാം. മക്ക മദീനക്കിടയിലുള്ള കല്ലുകൾ നിറഞ്ഞ മരുഭൂമിയെ നിങ്ങൾക്ക് ആ വഴിക്ക് പോയവർക്ക് ഓർമ്മയുണ്ടാകും. ഉംറക്ക് പോയവർ ഒന്ന് ബസ്സിലൂടെ ഒന്ന് നോക്കിയാൽ കാണും. കറുത്ത കല്ലുകൾ കിടക്കുന്ന പ്രദേശം മക്ക മദീനയുടെ ഇടയിൽ. നടക്കാൻ കഴിയാത്ത മണ്ണാണത്. ആ മണ്ണിലൂടെ ബനിൽ മുസ്തലിഖ് യുദ്ധത്തിലേക്ക് പോകുമ്പോഴാണ് സ്വഹാബത്തിന്റെ കാലിൽ കല്ല് തറച്ചിട്ട് നഖങ്ങളെല്ലാം പറഞ്ഞുപോയി. കാലിന്റെ നഖങ്ങൾ പറഞ്ഞുപോയി. എന്തായിരിക്കും അതിന്റെ വേദന അല്ലേ? എന്തായിരിക്കും അതിന്റെ വേദന? സ്വഹാബത്തിൽ മുഴുവൻ ആളുകളുടെയും കാലിൽ നഖമില്ല, ചോര വന്നിട്ട് കിട്ടിയ വസ്ത്രങ്ങളെല്ലാം പിച്ചു ചീന്തിയിട്ട് ഓരോ കഷ്ണമായി വിരലുകളിൽ അവർ ചുറ്റിക്കെട്ടുകയുണ്ടായി. കാരണം ഒരൊട്ടകത്തിന്റെ ഊഴം, ഇനി ഒട്ടകപ്പുറത്ത് നടക്കണമെങ്കിൽ 4 ആള് തന്റെ മുമ്പ് കയറിയിറങ്ങണം. ഊഴമായി കിടക്കണം. അപ്പോൾ ഒരുപാട് നടക്കാനുണ്ട്. അങ്ങനെ സ്വഹാബത്തിന്റെ കാലുകളിൽ തുണിക്കഷ്ണം കൊണ്ട് കെട്ടി തുണിക്കഷ്ണത്തിനാണ് അറബിയിൽ അല്ലെങ്കിൽ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ തുണിക്കഷ്ണങ്ങൾ എന്നാണ്. സ്വഹാബത്തിന്റെ കാലിന്റെ വിരലുകൾ ഓരോ വിരലും തുണിക്കഷ്ണം കൊണ്ട് കെട്ടിയില്ല എങ്കിൽ ചോര നിൽക്കില്ല, നഖങ്ങളോ ഇല്ല. അങ്ങനെ ആ ഒരു യുദ്ധത്തിന് ബനുൽ മുസ്തലിഖ് എന്ന യുദ്ധത്തിന് ചരിത്രമിട്ട പേരാണ് തുണിക്കഷ്ണങ്ങളെ കൊണ്ട് വെച്ച് കെട്ടിയ യുദ്ധം എന്ന്. സ്വഹാബത്തിന്റെ കാലിൽ മുറിവുകളുണ്ടായി. കല്ലുകളിൽ കാല് തട്ടിയിട്ട് എല്ലാ നഖവും പറഞ്ഞുപോയി, ചോര വന്നിട്ട് അവര് ചെറിയ തുണിക്കഷ്ണം കൊണ്ട് കെട്ടിവെച്ചപ്പോ യുദ്ധത്തിന്റെ പേര് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ എന്നിട്ട് പറഞ്ഞോ, ഞങ്ങൾക്ക് യാത്ര പോകാൻ വാഹനമില്ല, ഞങ്ങൾ പോകുന്നില്ല. അവര് പറഞ്ഞോ, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഞങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവര് പറഞ്ഞോ, ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല, ഞങ്ങൾ പണിയെടുക്കൂല എന്ന്. ദീനിന്റെ വിഷയത്തിൽ ആരെങ്കിലും പരാതി പറഞ്ഞോ ഹബീബിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ത്യാഗമില്ലേ ത്യാഗം. ബദർ യുദ്ധം വന്നപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അശീറു അലയ്യ, സ്വഹാബത്തെ നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയൂ, എന്ത് ചെയ്യണം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അശീറു അലയ്യ, നിങ്ങളുടെ അഭിപ്രായം ഞാൻ സ്വീകരിക്കാം. നമ്മൾ 300 പേരല്ലേ ഉള്ളത്, അവർ 1000 പേരുണ്ട്. 1000-ലേറെ വരുന്ന ആളുകൾ, അവരുടെ കൂടെ പെണ്ണുങ്ങളുണ്ട്. അവരെ പാട്ടുപാടി നൃത്തം ചെയ്തവരെ ആനന്ദിപ്പിക്കാൻ. കള്ളിന്റെ ഭരണിയുമായിട്ടാ വന്നത്. ഇഷ്ടം പോലെ ആടിത്തിമർക്കാൻ കുട്ടികളുണ്ട്, അവരെ കളിച്ച് രസിപ്പിക്കാൻ. നമ്മുടെ കയ്യിലുള്ളത് പൊട്ടിപ്പൊളിഞ്ഞ ആയുധങ്ങളാണ്. നമ്മൾ യുദ്ധം ഉദ്ദേശിച്ചു വന്നവരല്ല, ഒരു കച്ചവട സംഘത്തെ പിടിക്കാൻ വന്നവർ. എന്നാൽ അത് യുദ്ധമായി മാറാൻ പോകുന്നു. സ്വഹാബത്തെ, നിങ്ങൾ പറയുന്നിടത്ത് നമുക്ക് തീരുമാനമെടുക്കാം. അശീറു അലയ്യ. നോക്കണം, നബി തങ്ങൾ കൂടിയാലോചിക്കുകയാണ്. ഒരു ഡിക്റ്റേറ്റർ എന്ന സ്വഭാവം, ഞാൻ തന്നെ എല്ലാം, അതല്ല നബിയുടെ രീതി. തങ്ങൾ കൂടിയാലോചിക്കുന്നു. സ്വഹാബികൾ പറഞ്ഞു, നബിയേ, ഞങ്ങൾ മുഹാജിറുകളെന്ന് പറയട്ടെ നബിയേ. വല്ലാഹി യാ റസൂലല്ലാഹ് ലാ നഖൂലു കമാ ഖാലത് ബനു ഇസ്രായീൽ ലമൂസ. മൂസ നബിയോട് ഇസ്രായേൽ മക്കൾ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങയോട് പറയില്ല നബിയേ. അവരെന്താ പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മൂസ നബിയെ, നിങ്ങളും നിങ്ങളുടെ പടച്ചവനും ചെന്ന് യുദ്ധം ചെയ്യിൻ, ഞങ്ങൾ ഇവിടെ ഇരിക്കാമെന്ന് ഇസ്രായേൽ മക്കൾ പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല നബിയേ. വലാകിൻ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകുമാ മുഖാതിലൂൻ. അങ്ങയും അല്ലാഹും ഞങ്ങളുമുണ്ട് നബിയെ അങ്ങയോടൊപ്പം എന്ന് ഞങ്ങൾ പറയുന്നു നബിയെ. ഫവല്ലദീ ബഅസക ബിൽ ഹഖ് ലൗ സിർത ബിനാ ഇലാ ബറകിൽ ഗമാദി ലജാദൽനാ മഅക മിൻ ദൂനി ഹത്താ തബ്ലുഗ ബറകിൽ ഗമാദ് വരെ അങ്ങ് ഞങ്ങളെ കൊണ്ട് നയിച്ചാലും ഞങ്ങൾ അക്ഷീണം അങ്ങയോടൊപ്പം യാത്ര ചെയ്തു വരും നബിയെ എന്ന് മുഹാജിറുകൾ ഹബീബിനോട്. വല്ലവരും പറഞ്ഞോ, ഭക്ഷണമില്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാൻ, ക്ഷീണം ബാധിച്ച് ഞങ്ങൾ എന്ത് പണിയെടുക്കാൻ, ദീനീ പ്രവർത്തനം ചെയ്യാൻ എന്തെങ്കിലും കിട്ടണ്ടേ എന്ന് സ്വഹാബിമാർ ആരെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞോ? ഹബീബായ നബി തങ്ങൾ ചോദിച്ചു. ഹബീബായ നബി തങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നബി തങ്ങളുടെ സ്വഹാബിമാരിൽ അൻസ്വാരികൾ, മദീനക്കാർ പറഞ്ഞു, നബിയേ,
മുഹാജിറുകൾ പറഞ്ഞ മറുപടി അങ്ങേക്ക് മതിയായില്ല, ഞങ്ങളും കൂടെ മറുപടി പറയണം എന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലേ നബിയെ? അതുകൊണ്ടാണോ അങ്ങ് ഞങ്ങളോട് ചോദിക്കുന്നത്? അതേ എന്ന് നബി തങ്ങൾ ഞങ്ങളും പറയുന്നു നബിയെ, നിങ്ങൾ ഫഖദ് ആമന്നാ ബിക വസദ്ദഖനാക്. എന്തൊരു മനോഹരമായ വാക്കുകളാണ് ഈ പറയുന്നത്. ഞങ്ങൾ വിശ്വസിച്ചു നബിയെ, ഞങ്ങൾ വിശ്വസിച്ചു നബിയെ, ഞങ്ങൾ അങ്ങയോടൊപ്പമാണ്. ഞങ്ങൾക്കറിയാം വശഹിദിനാ അന്നമാ ജിഅത ബിഹി ഹുവൽ ഹഖ്, നിങ്ങൾ കൊണ്ടുവന്നതാണ് ഹഖ് എന്ന് ഞങ്ങൾക്കറിയാം നബിയെ. ഞങ്ങളുടെ കരാറ് ഞങ്ങൾ ചെയ്തു വീട്ടും നബിയെ. അങ്ങ് എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കും. ഫസ്വിൽ ഹിബാല മൻ ശിഅത, വേണ്ടവരോട് നബിയെ അങ്ങേക്ക് ബന്ധം പുലർത്താം, അവർ ഞങ്ങൾക്ക് ബന്ധുക്കളാണ്. അങ്ങ് ഉദ്ദേശിക്കുന്നവരോട് ബന്ധം അങ്ങേക്ക് മുറിച്ചു മാറ്റാം, അവർ അങ്ങേക്ക് ശത്രുക്കളെങ്കിൽ അവർ ഞങ്ങളുടെയും ശത്രുക്കളാണ് നബിയെ. സമുദ്രത്തിലേക്ക് എടുത്തു ചാടാനാണ് അങ്ങ് പറയുന്നതെങ്കിൽ ലഖുദ്നാഹു യാ റസൂലല്ലാഹ്, ഞങ്ങൾ സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയിരിക്കും നബിയേ. ഇത് പറഞ്ഞപ്പോ ഹബീബായ നബിയുടെ മുഖം സന്തോഷിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു വലഅല്ലല്ലാഹ യുരീക മിന്നാ മാ തഖിറു ബിഹി ഐനുക് ഫസിർ ബിനാ അലാ ബറകത്തില്ലാഹ്. നബിയേ, അല്ലാഹു നിങ്ങളുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്നത് ഞങ്ങളിൽ നിന്ന് അങ്ങേക്ക് കാണിച്ചു തന്നേക്കും. അതുകൊണ്ട് പൊയ്ക്കോളൂ നബിയേ, കഷ്ടപ്പാടുകൾ വിഷയമല്ല, പൊയ്ക്കോളൂ നബിയെ, ഞങ്ങൾ അങ്ങയോടൊപ്പമുണ്ട്. സീറൂ അബ്ശിറൂ, മുത്തനബി ഞങ്ങൾ പറഞ്ഞു നമുക്ക് യാത്ര പോകാം, സന്തോഷിച്ചോളൂ സ്വഹാബ. ഫഇന്നല്ലാഹ വഅദനി ഇഹ്ദ ത്വായിഫതൈൻ, രണ്ടാലൊരു സംഘം, ഒന്നുകിൽ ശത്രു സംഘം അല്ലെങ്കിൽ അബൂ സുഫിയാന്റെ കച്ചവട സംഘം, രണ്ടാലൊന്ന് അല്ലാഹു എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. വല്ലാഹി ലക അന്നി അൻദുറു ഇലാ മസാരിഇൽ ഖൗം, അവിശ്വാസികളുടെ പടയിൽ മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്ന ആളുകളുടെ സംഘത്തിൽ അവരുടെ നേതാക്കന്മാർ മരിച്ചു വീഴുന്ന സ്ഥലം ഞാൻ എന്റെ കണ്ണുകൊണ്ടിപ്പോൾ കാണുന്നു സ്വഹാബ എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും ബാക്കി വെച്ചോ? അവരെ എല്ലാം കൊടുത്തില്ലേ? അല്ലാഹുവിന് വേണ്ടി എന്തെങ്കിലും വേണം, എന്തെങ്കിലും നിങ്ങൾ സഹായിക്കണം, കൊടുക്കണമെന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മൾ അതിന്റെ ഗൗരവം ചിന്തിക്കാറുണ്ട്. എവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് ആലോചിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗം എത്രയാണ്. മഹാനവറുകൾ വയറ് നിറച്ച് ഭക്ഷണം കിട്ടാൻ വേണ്ടിയല്ല ഹബീബിന്റെ കൂടെ കഴിയുന്നത്. എന്തിനാ? വമൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു തആല എന്തെങ്കിലും ഒരു നന്മ ഒരാൾക്ക് ഏറ്റവും വലിയൊരു നന്മ ചെയ്യുമെങ്കിൽ അതിന്റെ അടയാളം അല്ലാഹു തആല അവർക്ക് ദീൻ കൊടുക്കുമെന്നാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. റബ്ബേ, ആ വിഭാഗത്തിൽ ഞങ്ങളെയൊക്കെ പെടുത്തണേ തമ്പുരാനെ.